അടുത്തത് തുടർഭരണമാണോ ഭരണമാറ്റാണോ? മൂന്നാം ഭരണം, തുടർഭരണം. തുടർഭരണം എന്ന് പറഞ്ഞാൽ തുടർഭരണം വരണം എന്നുള്ളതാണ്. വന്നാൽ മാത്രമേ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പിണറായി തന്നെ ആയിരിക്കും. അത് തന്നെ ആയിക്കോട്ടെ തുടർഭരണം. ത്രികോണ മത്സരം ആകുമ്പോഴേ ഇടതുപക്ഷം ഭരിക്കാനാണ് സാധ്യത. പിണറായി വിജയൻ തന്നെ നയിക്കും. തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. എന്തായാലും UDF ലാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തുടർഭരണം ആയാൽ പിന്നെ കേരളത്തിന്റെ കാര്യം പോക്കാ. അത് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളെ തീരുമാനിക്കുന്നത്. മിക്കവാറും ഭരണമാറ്റത്തിനാണ് സാധ്യത. തുടർഭരണം കിട്ടുകൊണ്ട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരു വ്യക്തി തീരുമാനിക്കുന്നതുകൊണ്ട് ഒന്നും ആകുന്നില്ല. ഭരണം മാറി വരട്ടെ, നല്ല എന്തെങ്കിലും മെച്ചം കിട്ടുള്ളൂ. തുടർഭരണം ആയി കഴിഞ്ഞാൽ ആദ്യത്തെ നല്ലതായിരുന്നു, രണ്ടാമത്തെ വെറും പോയില്ല. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണല്ലോ ഭരിക്കണം. അപ്പോൾ വേറൊരു ഭരണം വന്നാൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കണത്. ജനങ്ങളാണ്, കേരളത്തിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം ഇവരെന്താണ് ചെയ്തത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചിട്ട് ജനങ്ങൾ വിധി എഴുതും. കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ജനങ്ങൾ വിധി എഴുതും. അങ്ങനെ തീരുമാനിക്കും. ആ നേട്ടമാണ് എല്ലാവരും ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കണം. കേരളത്തിലെ ജനങ്ങൾ പഠിക്കും എന്തെങ്കിലും മറിച്ച് വീണാൽ. കാര്യം 10 വർഷമായിട്ടൂടെ ഇവിടെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് കേരളം. LDF അല്ലാതെ പിന്നെ ആരെ ഇവിടെ വരാനുള്ളത്? LDF തന്നെ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ജനം ആഗ്രഹിക്കുന്നത് പിണറായിയുടെ തുടർഭരണമാണോ അതോ ഭരണമാറ്റമാണോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അടുത്തത് തുടർഭരണമാണോ ഭരണമാറ്റം? തുടർഭരണം എന്ന് പറഞ്ഞാൽ തുടർഭരണം വരണം എന്നുള്ളതാണ്. വന്നാൽ മാത്രമേ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവർ വന്നൊന്നും നടക്കില്ല, ഒരു ചുക്കും കിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി തന്നെ ആയിരിക്കും. പിണറായിക്ക് തന്നെ കിട്ടണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അടുത്തത് തുടർഭരണമാണോ ഭരണമാറ്റാണോ? മൂന്നാം ഭരണം, തുടർഭരണം. ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങൾ തകർക്കും. പിണറായി വിജയൻ തന്നെ നയിക്കും. തുടർഭരണമാണോ ഭരണമാറ്റാണോ? തുടർഭരണം. തുടർഭരണം. തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. എന്തായാലും LDF തന്നെ വീണ്ടും വരും. LDF തന്നെ, അതിലൊരു മാറ്റമില്ല. LDF തന്നെ. കാരണം LDF എന്ന് വെച്ചാൽ ഒത്തിരി വികസനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചെയ്തിട്ടില്ലേ. ഒത്തിരി വികസനങ്ങളല്ലേ ചെയ്തിരിക്കണം. സമാനതകളില്ലാത്ത വികസനങ്ങളാണ് LDF സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് LDF സർക്കാർ തന്നെ. LDF അല്ലാതെ ആരും ഇല്ല ഇവിടെ. അഞ്ജലി നായർക്ക് എന്തെങ്കിലും വിജയ സാധ്യത ഉണ്ടോ ഇവിടെ? അഞ്ജലി നായർക്കൊരു വിജയ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 ശരിക്കും എനിക്കറിയാവുന്നത് കൊണ്ട് പറയാണ്. 2020 ആ കിഴക്കമ്പലത്ത് കുറച്ച് വികസനങ്ങളല്ല, വേറെ ഒരു കാര്യങ്ങൾ 2020 ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നതാണ് BJPനെ. അപ്പോൾ എന്തായാലും LDF അല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ. അടുത്തതൊരു തുടർഭരണമാണോ ഭരണമാറ്റാണോ ആഗ്രഹിക്കുന്നത്? തുടർഭരണം തന്നെ വരണമെന്നാണ്. കാരണം പിണറായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി. കേരളത്തിന് വേണ്ടി ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് LDF തന്നെ വരണം. അതാണ്. ഓക്കെ, താങ്ക് യു. ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. അതൊരു പാർട്ടിയുടെ ഒരു ബേസ്ഡ് ആയിട്ടല്ല, വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു ഇതിലല്ല. അപ്പോൾ ഇതിനു മുമ്പൊക്കെ ഇതുണ്ടായിരുന്നല്ലോ, ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ജനങ്ങളും ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഈ ഭരണത്തിൻ്റെ ഇടയ്ക്ക്. ഇത് ഫസ്റ്റ് ടൈം അല്ല. അപ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ആ വ്യക്തികളുടെ പ്രശ്നമായിരിക്കാമല്ലോ. ഒരു പാർട്ടിയുടെ ഒരു ബേസായിട്ട് ഞാൻ നോക്കി കാണുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു അവസ്ഥ വെച്ചിട്ട് കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർ കുറച്ചും കൂടി ഉള്ളത് UDF ലാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അവർ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ തുടർഭരണം ആയാൽ പിന്നെ കേരളത്തിന്റെ കാര്യം പോക്കാ. ഒരു രക്ഷയില്ല. അവർ പാർട്ടിക്കാർ നന്നാവുള്ളൂ. തുടർഭരണം വരെ മാറ്റം വരണം. തുടർഭരണം വന്നാൽ എല്ലാം ഇടതുപറ്റിക അവർ കൊണ്ടുപോവുക. എല്ലാം അവരെ വീട്ടിലേക്ക് വേണ്ടി കൊണ്ടുപോകുക. അവർക്ക് ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകണോ, അവിടെ പോകണോ, ഇവിടെ പോകണോ, അതുകൊണ്ട് അവരെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അവർ വെച്ചത്. അത്രയാണ്. ഭരണമാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഭരണമാറ്റം. തുടർഭരണം എന്ന് പറയുന്നത് ഭരണം മാറണം. നമ്മുടെ ഈ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഒരു ഭരണമാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭരണം മാറിയ നല്ലത് എന്ന് ആഗ്രഹിക്കുന്നു. ഇല്ല, ഭരണമാറ്റം ഉണ്ടാവും. ഭരണമാറ്റം കട്ട നിൽക്കുക എല്ലാവരും. BJP കയറുമോ? BJP കയറും. കട്ട നിൽക്കുക എല്ലാവരും. അത് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളെ തീരുമാനിക്കുന്നത്. മിക്കവാറും ഭരണമാറ്റത്തിനാണ് സാധ്യത. തുടർഭരണം കിട്ടുകൊണ്ട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരു വ്യക്തി തീരുമാനിക്കുന്നതുകൊണ്ട് ഒന്നും ആകുന്നില്ല. ജനങ്ങളാണ്, കേരളത്തിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം ഇവരെന്താണ് ചെയ്തത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചിട്ട് ജനങ്ങൾ വിധി എഴുതും. കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ജനങ്ങൾ വിധി എഴുതും. അങ്ങനെ തീരുമാനിക്കും. ഇനി ജനങ്ങൾ എന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ തുടർഭരണമാണോ ഇടതുപക്ഷമാണോ ഇനി മൂന്നാമതൊരു പാർട്ടിയാണോ വരുന്നതെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനല്ല അതിന് ഉത്തരവ് പറയേണ്ടത്. അടുത്തതൊരു തുടർഭരണമാണോ തുടർഭരണം ഉറപ്പായിട്ടും വരും. 100% വരും തുടർഭരണം. അതൊന്നും അറിയാൻ പറ്റില്ല.
അതൊക്കെ ജയിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ, ഇപ്പൊ പറയാൻ പറ്റൂല. ഭരണമാറ്റം ഭരണമാറ്റാണ് ആഗ്രഹിക്കുന്നത്. ഭരണമാറ്റം ആഗ്രഹിക്കാനുള്ള കാരണം എന്താ? കാരണം അവിടെ ഭരണം മോശമായിരുന്നല്ലോ, കഴിഞ്ഞ 10 വർഷത്തെ ഭരണം മോശമായിരുന്നു അവിടെ, അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം മാറി വരട്ടെ, നല്ല എന്തെങ്കിലും മെച്ചം കിട്ടുള്ളൂ. തുടർഭരണമായി കഴിഞ്ഞാൽ ആദ്യത്തെ നല്ലതായിരുന്നു, രണ്ടാമത്തെ വെറും പോയില്ലേ. അപ്പോൾ ഇനി വേറെ വരുമ്പോൾ അവർ ഇച്ചിരി മെച്ചമായിട്ട് ചെയ്യട്ടെ, പിന്നെ മാറി കൊടുക്കണം. അല്ലെങ്കിൽ അഹങ്കാരവും തോന്നിവാസവും ഒക്കെ ആയി ഭരണമാറ്റം വേണം. വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ജനം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു മടുപ്പ് വരുമല്ലോ. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണല്ലോ ഭരിക്കണം. അപ്പോൾ വേറൊരു ഭരണം വന്നാൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കണത്. ആ നേട്ടമാണ് എല്ലാവരും ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കണത്. ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ഭരണമാറ്റം ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? പക്ഷേ അവരിപ്പോൾ 10 വർഷമായി അവർ ഭരിക്കുന്നു. മറ്റവർ കുറച്ചും കൂടി കൂടുതൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നു, അത്രേ ഉള്ളൂ. തുടർഭരണം കുഴപ്പമില്ല. അത് തന്നെ ആയിക്കോട്ടെ, തുടർഭരണം. അതിനെ കുറിച്ച് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ത്രികോണ മത്സരം ആകുമ്പോൾ ഇടതുപക്ഷം ഭരിക്കാനാണ് സാധ്യത. ത്രികോണ മത്സരം വന്നോണ്ടെങ്കിൽ അവർക്ക് രക്ഷയുള്ളൂ. കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ആർക്കും ഈ പറഞ്ഞ പോലെ ത്രികോണ മത്സരം. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് BJP പിടിക്കും.